Hello, good afternoon. Hello. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. സുഖാണോ എല്ലാവർക്കും? Yes, madam. Yes. എല്ലാരും ഫുഡൊക്കെ കഴിച്ചില്ലേ? കഴിച്ചു. നമ്മൾ ഇന്ന് തൊട്ട് പുതിയ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഏത് കോഴ്സിനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഏത് കോഴ്സാണ് എടുത്തിരിക്കുന്നത്? അപ്പൊ ഞാനും വേറെ ഒരു മിസ്സും 2 മിസ്സുമാരാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. എന്റെ പേര് മിൽഡ്രോസ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പറയണത് ചിലപ്പോൾ ക്ലിയർ ആവില്ല മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ. എന്റെ പേര് മിൽഡ്രോസ്. അപ്പൊ ഞാനും വന്ദന എന്ന് പറയുന്ന മിസ്സുമാണ് നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഡീൽ ചെയ്യുന്നത്. 35 ചാപ്റ്റർ നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തന്നിട്ടില്ലേ? 1ഉം 2ഉം മൊഡ്യൂളിലെ 35 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ലേ ഇവിടുന്ന്? വന്നിട്ടുണ്ടോ? ഉണ്ട്, സിലബസ് മാത്രം. PDF ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ 35 ചാപ്റ്റേഴ്സും നിങ്ങൾ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം. ഞങ്ങൾ ഏതൊക്കെ ചാപ്റ്ററാണ് പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവില്ല. PDF ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. മ്യൂട്ട് ചെയ്ത് കയറണവര് മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ്. അപ്പൊ 35 ചാപ്റ്റേഴ്സിന്റെ PDF നിങ്ങൾക്ക് ഇവിടെ നിന്ന് അയച്ചു തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് പ്രിന്റ് എടുത്ത് വെക്കണം. പിന്നെ 2 നോട്ട്ബുക്കും കീപ്പ് ചെയ്യണം. അതിനകത്ത് അയച്ചു തന്നിട്ടില്ല അല്ലേ? ഇവിടുന്ന് വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ല. ഞാൻ പറയാട്ടോ ഓഫീസിൽ. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് ഗൂഗിൾ ക്ലാസ് റൂമിലാണ് ഉള്ളത്. ഓക്കെ. അപ്പോ 2 നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാം. എന്റെ പേര് എഴുതാ, എന്നിട്ട് ഞാൻ എഴുതുന്ന ചാപ്റ്റേഴ്സ് എഴുതാ. ലെക്ചർ നോട്ട് അതിൽ എഴുതി വെക്കുക. അല്ലെങ്കിൽ എക്സാം സമയത്ത് നിങ്ങൾക്ക് എഴുതി വെച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. മിൽഡ്രോസ്. ഞാൻ എഴുതാം. മിൽഡ്രോസ് എന്നാണ് എന്റെ പേര്. അപ്പോ ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോ നിങ്ങൾ 35 ചാപ്റ്റേഴ്സും പ്രിന്റ് എടുത്ത് വെക്കണം. ഒന്നും കേൾക്കുന്നില്ല മാം. ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? ടെക്നിക്കൽ മിസ്റ്റേക്ക് വന്നതാണ്, സോറി കേട്ടോ. അപ്പോ 2 നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. ഞാനും വന്ദന എന്ന് പറയുന്ന മിസ്സുമാണ് നിങ്ങൾക്ക് ഈ സബ്ജക്ട് എടുക്കണത്.
അപ്പോ ആ മിസ്സിന് വേറൊരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാം, എനിക്ക് വേറൊരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ എഴുതാം. ഓക്കെ ആണോ? പറഞ്ഞിട്ട് ക്ലിയർ ആയോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എനിക്ക് ക്ലിയർ ആയില്ല, ഒന്ന് പറയുമോ? ഞാനും വേറൊരു മിസ്സും കൂടിയാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്, ചാപ്റ്റേഴ്സ് എടുക്കുന്നത്. ടോട്ടല് 2 മൊഡ്യൂളും കൂടി 35 ചാപ്റ്റേഴ്സിന്റെ PDF നിങ്ങൾക്ക് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അയച്ചു തരും. അപ്പൊ അത് PDF പ്രിന്റ് എടുത്ത് വെക്കണം നിങ്ങൾ. ഓക്കെ ആണോ? അപ്പോ ഞങ്ങൾ അത് കിട്ടും, ഓഫീസിൽ നിന്ന് അയച്ചു തരും കേട്ടോ. തരും. ഓക്കെ. PDF അയക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണോ അതോ ക്ലാസ് റൂം ഗൂഗിൾ മീറ്റിലാണോ? എവിടെയാണ് പറയൂ? അത് ഗൂഗിൾ ക്ലാസ് റൂമിലാ വന്നേക്കുന്നേ. ആണോ? അപ്പൊ PDF പ്രിന്റ് എടുത്ത് വെക്കണം. 2 നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാ. ഞാനും വന്ദന മിസ്സും ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് 2 നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ക്ലാസ് ലെക്ചർ നോട്ട് എഴുതണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാൻ പോവാണ്. ലാസ്റ്റ് നമ്മുടെ എത്ര അവർ ഉണ്ട് ക്ലാസ്? 1.5 മണിക്കൂർ അല്ലേ? അപ്പൊ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഇനി പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയണമെന്ന് അറിയാത്ത കാര്യങ്ങൾ ഇനി പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോ ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ ആണോ? ഓക്കെ മാഡം. ഓക്കെ. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്കറിയാം, നമ്മൾ ഏതൊരു സബ്ജക്ട് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിലും എന്തുണ്ടാവും? അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും അല്ലെ? അപ്പോ അങ്ങനെ നമ്മൾക്കും പഠിക്കാനുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കാനുണ്ട്. ഹോസ്പിറ്റല് ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അതിന്റെ മീനിങ്, വേർഡ് മീനിങ് എന്തൊക്കെയാണ്, പിന്നെ പണ്ട് കാലത്തെ ഹോസ്പിറ്റലും ഇപ്പോഴത്തെ ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ 2-3 ഡെഫിനിഷൻ നമുക്ക് നോക്കാനുണ്ട്. അത്രയൊക്കെ ഉള്ളു ഇതിനകത്ത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒന്ന് മനസ്സിരുത്തി നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? തുടങ്ങാം നമുക്ക്. മിസ് വായിക്കാം. ഓക്കെ. മിസ് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ എല്ലാവരും. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. The English word hospitals, hostels, hotels and hospice. ഹോസ്പൈസ് എന്ന് പറഞ്ഞ വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹോസ്പൈസ്. അതിന്റെ വേർഡ് മീനിങ് അറിയോ ആർക്കെങ്കിലും? നോ. ഹോസ്പൈസിന്റെ അർത്ഥം ഇതാണ്: കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം. ഹോസ്പൈസിന്റെ അർത്ഥം കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ക്ലിയർ ആവില്ല. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അർത്ഥങ്ങളും നിങ്ങൾക്ക് അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ അതൊക്കെ എഴുതി ലെക്ചർ നോട്ടായിട്ട് കീപ്പ് ചെയ്യണം. ഹോസ്പൈസിന്റെ അർത്ഥം കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം. Are all according to etymology. Etymology എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആർക്കെങ്കിലും അറിയോ etymology? Etymology ഇല്ല. Etymology എന്ന് പറഞ്ഞാൽ the study of the origin of the words and their meanings. നോട്ട് ചെയ്ത് വെച്ചോളൂ. The study of the origin of the words and their meanings. Etymology എന്ന് പറഞ്ഞാൽ the study of the origin of the words and their meanings. എന്താണ് പറയുന്നത്? Etymology എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ഉത്ഭവവും അവയുടെ
അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഇറ്റിമോളജി. വാക്കുകളുടെ ഉത്ഭവവും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഇറ്റിമോളജി. ഇറ്റിമോളജി എന്ന് പറഞ്ഞാൽ the study of the origin of the words and their meanings. വാക്കുകളുടെ ഉത്ഭവവും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഇറ്റിമോളജി. ഹോസ്പിസ് എന്ന് പറഞ്ഞാല് കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം. ഹോസ്പൈസ് എന്ന് പറഞ്ഞാല് കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം. Etymology related to the Latin noun hospes. Hospes എന്ന വേർഡ് മീനിങ് എന്താണ്? ഹോസ്പിസിന്റെ വേർഡ് മീനിങ് ഗസ്റ്റ് ഓർ വിസിറ്റർ. ഹോസ്പിസ് എന്ന് പറഞ്ഞാല് ഗസ്റ്റ് ഓർ വിസിറ്റർ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ലാറ്റിൻ നൗണായ ഹോസ്പിസിൽ നിന്ന് വന്ന വാക്കുകളാണ് ഏതൊക്കെ? മുകളിൽ പറഞ്ഞിരിക്കുന്ന 4 വേർഡ്സും ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസും ഹോസ്റ്റൽസും ഹോട്ടൽസും ഹോസ്പൈസും. ഈ 4 വേർഡ്സും ലാറ്റിൻ നൗണായ ഹോസ്പസിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് സെന്റൻസ് മിസ് വായിക്കാം. എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് എന്നല്ലേ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്? അത് ഡയാമെട്രിക് എന്നാക്കണം. ഓപ്പോസിറ്റ് വിട്ടിട്ട് ഡയാമെട്രിക്. മിസ് സ്പെല്ലിംഗ് പറഞ്ഞുതരാം. DIAMETRIC. ഡയാമെട്രിക്. ഒന്നുകൂടി സ്പെല്ലിംഗ് പറയാം. DIAMETRIC. കൃത്യത അല്ലെങ്കിൽ പൂർണ്ണമായ. കൃത്യത അല്ലെങ്കിൽ പൂർണ്ണമായ. ഡയാമെട്രിക് ഓപ്പോസിറ്റ് എന്നുള്ള ആ വേർഡ് വെട്ടിയിട്ട് അവിടെ ഡയാമെട്രിക് എന്നാക്കണം. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കൃത്യത അല്ലെങ്കിൽ പൂർണ്ണമായ. ഇറ്റിമോളജിയുടെ മലയാള മീനിങ് ഒന്നുകൂടിയും പറയാം മിസ്. വാക്കുകളുടെ ഉത്ഭവവും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഇറ്റിമോളജി. വാക്കുകളുടെ ഉത്ഭവവും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഇറ്റിമോളജി. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? യെസ്. അപ്പൊ എന്താണ്? ലാറ്റിൻ നൗണായ ഹോസ്പിസിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഏതൊക്കെ? ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ്. ഹോസ്പൈസിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് എന്താണ്? കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം. എക്സാമ്പിൾ ആയിട്ട് പാലിയേറ്റീവ് കെയർ ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഹോസ്പൈസിന്റെ എക്സാമ്പിൾ പാലിയേറ്റീവ് കെയർ. അപ്പോ ഈ ഹോസ്പസ് 3 തരത്തില് അർത്ഥങ്ങൾ പറയുന്നുണ്ട് ഹോസ്പസിന്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. A word having a diametric meaning. ഫസ്റ്റ് അർത്ഥം പറയണത് നോക്കാം. എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഹോസ്പസിന്റെ ഫസ്റ്റ് അർത്ഥം എന്താണ്? ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗസ്റ്റ് അതിഥി അല്ലെങ്കിൽ എന്താണ്? വിസിറ്റർ സന്ദർശകൻ എന്ന് പറയാം. അപ്പോ ഹോസ്പസിന്റെ ഫസ്റ്റ് അർത്ഥം പറയുന്നത് എന്താണ്? 3 അർത്ഥങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് അർത്ഥമാണ് ഞാൻ പറഞ്ഞത് ഗസ്റ്റ് ഓർ വിസിറ്റർ. എന്താണ്? അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് അർത്ഥത്തിലോട്ട് നമുക്ക് പോകാം. ആൻഡ് വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. എന്താണ്? അതിഥിക്കോ സന്ദർശകനോ. എന്റർടൈൻമെന്റ് എന്താണ്? വിനോദം. വിനോദം. ലോഡ്ജിങ് എന്താണ്? താമസം അല്ലെ. അപ്പോ അതിഥിക്കോ സന്ദർശകനോ വിനോദത്തിനോ എന്റർടൈൻമെന്റിനോ അല്ലെങ്കിൽ വിനോദത്തിനോ അല്ലെങ്കിൽ താമസത്തിനോ സൗകര്യം ഒരുക്കുന്ന ഒരാൾ. അപ്പൊ ഏതൊക്കെ അർത്ഥം പഠിച്ചു നമ്മള്? ഗസ്റ്റ് ഓർ വിസിറ്റർ എന്ന് പഠിച്ചു. രണ്ടാമതായിട്ടുള്ള അർത്ഥം എന്താണ്? ഗസ്റ്റിനോ അല്ലെങ്കിൽ അതിഥിക്കോ സന്ദർശകനോ വിനോദത്തിനോ
താമസത്തിനോ താമസമോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾ, സൗകര്യം ഒരുക്കുന്ന ഒരാൾ, അല്ലെ? ഇനി അടുത്തത് ബ്രാക്കറ്റിൽ കണ്ടോ നിങ്ങള്? അതാണ് അടുത്ത അർത്ഥം. എ പ്ലേസ് വേർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്. എന്താണ് പറയണത്? ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിഥി, അല്ലെ? അതിഥിയെ സ്വീകരിക്കുന്ന സ്ഥലം എന്ന് കൂടെ എന്തിന് അർത്ഥമുണ്ട്? ഹോസ്പസിന് അർത്ഥമുണ്ട്. ഇപ്പൊ 3 അർത്ഥങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഹോസ്പസിന്റെ. ഹോസ്പസിനെ പറയുന്നത് ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഗസ്റ്റ് ഓർ വിസിറ്റർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിസിറ്റർ അല്ലെങ്കിൽ ഗസ്റ്റിന്, അതിഥിക്കോ അല്ലെങ്കിൽ സന്ദർശകനോ വിനോദത്തിനോ താമസത്തിനോ സൗകര്യം നൽകുന്ന ഒരാൾ. പിന്നീട് പറയുന്നത് ഏതാണ്? ഗസ്റ്റിന് സ്വീകരിക്കുന്ന സ്ഥലം എന്നും കൂടെ അർത്ഥമുണ്ട്. ഓക്കെ ആണോ എല്ലാവരും? ഈ സെന്റൻസ് മനസ്സിലായില്ലേ? ഒന്നുകൂടിയും പറയാം. ലാറ്റിൻ നൗണായ ഹോസ്പസിൽ നിന്നാണ് ഈ 4 വേർഡ്സുകളും വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പൈസ് ആൻഡ് ഹോസ്റ്റൽസ്. ഇവ 4 വേർഡ്സും വന്നിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ലാറ്റിൻ നൗണായ ഹോസ്പസിൽ നിന്നാണ്. ഹോസ്പസിന്റെ അർത്ഥങ്ങളാണ് ഇവിടെ ഈ അടുത്തത് നമ്മൾ പറയുന്നത്. 3 അർത്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹോസ്പസിനെ നമ്മൾക്ക് എന്ത് പറയാം? ഗസ്റ്റ് ഓർ വിസിറ്റർ എന്ന് പറയാം. അതുപോലെ തന്നെ അതിഥിക്കോ സന്ദർശകനോ വിനോദത്തിനോ അല്ലെങ്കിൽ താമസത്തിനോ സൗകര്യം ഒരുക്കുന്ന ഒരാൾ, പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾ എന്ന് കൂടി അർത്ഥമുണ്ട്. പിന്നെയുള്ള അർത്ഥമാണ് പറയുന്നത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. എ പ്ലേസ് വേർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്. ഗസ്റ്റിനെ സ്വീകരിക്കുന്ന സ്ഥലം എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ ആണോ എല്ലാവരും? നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോ? ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നത്? ഓക്കെ ആണ് എല്ലാവരും? ചിലവരൊക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നത്? ചിലപ്പോ മഴ കാരണമായിരിക്കും. മഴയുണ്ടോ അവിടെ? നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഇനി അടുത്ത സെന്റൻസിലോട്ട് നമുക്ക് കിടക്കാം. ഫ്രം ഇറ്റ്സ് ഗ്രാജുവൽ ഇവല്യൂഷൻ ത്രൂ ദ 18th and 19th centuries, the hospital in the Eastern and Western world has come of age only newly during the past 50 years or so. The concept of today's hospital contrasting basically from the old idea of a hospital as no more than a place for the treatment of the sick. എന്താണ് ഇതിൽ പറയുന്നത്? ഫ്രം ഇറ്റ്സ് ഗ്രാജുവൽ ഇവല്യൂഷൻ. ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിണാമം. യെസ്, വെരി ഗുഡ് ലക്ഷ്മി. ഗ്രാജുവൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാല് ക്രമാനുഗതമായ പരിണാമം. യെസ്, വെരി ഗുഡ്. ക്രമാനുഗതമായ പരിണാമം. അറിയാത്തവരെ എഴുതി വെക്കുക. അപ്പൊ എന്താണ് പറയണത്? 18th and 19th സെഞ്ചുറിയില് ഹോസ്പിറ്റലുകൾക്ക് ഒരു ക്രമാനുഗതമായ പരിണാമം ഉണ്ടായി. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡില് ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റ് 50 വർഷത്തിന് മുൻപ് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു രോഗിയെ ചികിത്സിക്കുന്ന കേന്ദ്രം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അത് മാറി ടുഡേയ്സ് ഹോസ്പിറ്റൽ കോൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് വ്യത്യാസം. കോൺട്രാസ്റ്റിംഗ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഇതാണ്, വ്യത്യാസം. അറിയാത്തവർ എഴുതി വെക്കുക കേട്ടോ. അപ്പോ എന്താണ്? ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡില് 50 വർഷത്തിന് മുൻപ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് ഇതായിരുന്നു, രോഗിയെ ചികിത്സിക്കുന്ന കേന്ദ്രം എന്നായിരുന്നു. പിന്നീട് 50 വർഷത്തിന് ശേഷം എന്തായി? ഹോസ്പിറ്റലുകൾക്ക് എന്തായി? കുറെ ഐഡിയാസും ഫെസിലിറ്റീസും ഫങ്ഷൻസും പ്രൊവൈഡ് ചെയ്തു. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് എന്നൊക്കെ? അപ്പൊ എന്താണ്? പണ്ടുള്ള ഹോസ്പിറ്റലിനെ കാട്ടിയും ഓക്കെ, വെരി ഗുഡ്.
അപ്പൊ പണ്ടുള്ള ഹോസ്പിറ്റലിനെക്കാട്ടിലും ഇപ്പോൾ എന്തായി ഹോസ്പിറ്റലുകൾക്ക് വളരെ ചേഞ്ചസ് ഉണ്ടായി എന്നാണ് ആ സെന്റൻസിൽ പറയുന്നത്. അപ്പൊ എന്താണ് ഫ്രം ഇറ്റ്സ് ഗ്രാജുവൽ ഇവല്യൂഷൻ ത്രൂ ദ 18th and 19th centuries. 18th and 19th സെഞ്ചുറിയിൽ 50 വർഷത്തിന് മുമ്പ് ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ജസ്റ്റ് ഒരു രോഗിയെ ചികിത്സിക്കുന്ന കേന്ദ്രം എന്ന കൺസെപ്റ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എന്തായിട്ട് മാറി? ഹോസ്പിറ്റലുകളിൽ പല ചേഞ്ചസുകളും പല ഫെസിലിറ്റീസും ഫങ്ഷൻസും ഒക്കെ വന്ന് കൂടുതൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ അല്ലേ ആ പാരഗ്രാഫ്? അപ്പൊ നമ്മൾ ആ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ലാറ്റിൻ നൗണായ ഹോസ്പസിൽ നിന്ന് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ലാറ്റിൻ നൗണായ ഹോസ്പസിൽ നിന്ന് വന്ന വേർഡ്സ് ഏതാണ്? വന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, ഹോസ്റ്റൽസ് ആൻഡ് ഹോസ്പൈസ്. ഓ വെരി ഗുഡ്, ഹോസ്പിറ്റൽ. ഓക്കെ ഓക്കെ. ഇനി ഹോസ്പൈസിന്റെ അർത്ഥം എന്താണ്? കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം എന്നാണ് പറയുന്നത്. ഇനി ലാറ്റിൻ നൗണായ ഹോസ്പസിന് 3 വേർഡ് മീനിങ്ങുകൾ നമ്മൾ പറഞ്ഞല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ മീനിങ് എന്തായിരുന്നു? ഗസ്റ്റ് ഓർ വിസിറ്റർ അല്ലെ? അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമത് പറഞ്ഞ വേർഡ്സ് എന്തായിരുന്നു? വേർഡ് മീനിങ് എന്തായിരുന്നു? അതിഥിക്കോ അല്ലെങ്കിൽ സന്ദർശകനോ വിനോദത്തിനോ താമസത്തിനോ സൗകര്യം ഒരുക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? അതിഥിയെ സ്വീകരിക്കുന്ന സ്ഥലം എന്നുകൂടെ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ സെന്റൻസിൽ എന്താണ് പറഞ്ഞത്? ഹോസ്പിറ്റലുകളില് എന്താണ്? ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ വന്നു അല്ലെ? 18th and 19th സെഞ്ചുറീസിൽ ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ വന്നു. പണ്ട് കാലങ്ങളിൽ 50 വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റ്? എന്തായിരുന്നു? രോഗിയെ ചികിത്സിക്കുന്ന കേന്ദ്രം എന്നൊരു ജസ്റ്റ് ഒരു കൺസെപ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്തായിട്ട് മാറി? കോൺട്രാസ്റ്റിംഗ്. എന്താണ്? വ്യത്യാസം സംഭവിച്ചു. ഹോസ്പിറ്റൽസിന് പുതിയ ടെക്നോളജീസും ഫങ്ഷൻസും ഐഡിയാസും ഒക്കെ വന്ന് ഒരു ഹെൽത്ത് കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഈ നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോവാം നമുക്ക്. ഓക്കെ ആണോ? യെസ്. Currently, the hospitals are not just seen as healing centers. Healing centers എന്ന് പറഞ്ഞാൽ എന്താണ്? Healing centers കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹീലിംഗ് സെന്റേഴ്സ് രോഗശമനത്തിന് വേണ്ടിയുള്ള സെന്റേഴ്സ്. രോഗശമനത്തിന് വേണ്ടിയുള്ള സെന്റേഴ്സിനെയാണ് ഹീലിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോ നിലവിൽ എന്താണ്? ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞത് എന്താണ്? ജസ്റ്റ് നോട്ട് എ ഹീലിംഗ് സെന്റേഴ്സ്. രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് മാത്രമല്ല, but also as a place that actually promote healthful living. Healthful living എന്ന് പറഞ്ഞാൽ എന്താണ്? Healthful living ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള ജീവിതം. ആരോഗ്യ പരിചരണം. ഹെൽത്ത്ഫുൾ ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള ജീവിതം. ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജസ്റ്റ് നോട്ട് എ ഹീലിംഗ് സെന്റർ. ഹീലിംഗ് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് മാത്രമല്ല, ഹോസ്പിറ്റൽ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ. ആരെ? പേഷ്യൻസിനെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സെന്റൻസ് ക്ലിയർ ആയില്ലേ? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോട്ട് എ ഹീലിംഗ് സെന്റർ. ഹീലിംഗ് സെന്റർ അല്ല, എന്താണ്? ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് രോഗികളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രൊമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസിലോട്ട് നമുക്ക് പോകാം. The general public would prefer to visit a hospital that offers many facilities rather than going to a hospital that only satisfies the
പേഷ്യൻസ് കെയർ എന്താണ്? ഇപ്പോഴുള്ള ജനറൽ പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനങ്ങൾ അല്ലെ. പൊതുജനങ്ങളെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ഒരു ജസ്റ്റ് പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകാനല്ല. എന്താണ്? കുറെ അധികം ഫെസിലിറ്റീസ് ഫങ്ഷൻസും ഉള്ള ഹോസ്പിറ്റലുകളിൽ പോകാനായിട്ടാണ് അവരെ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറെ അധികം മിനി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇൻ ദിസ് കൺസെപ്റ്റ് the image of hospital gradually become good. അപ്പോ ഈ കൺസെപ്റ്റ് ഒക്കെ വന്നപ്പോ നമ്മുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഹോസ്പിറ്റലിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായി? ഗ്രാജുവലി ബിക്കം എ ഗുഡ്, നല്ല മികച്ചതായിട്ട് മാറി. They are being raised again from just being a centers for medical care and treatment to a facilities providing comprehensive, preventive, curative and rehabilitation services. എന്താണ്? ഈ ഒക്കെ വന്നപ്പോ ഹോസ്പിറ്റലിന്റെ ഇമേജ് പൊതുജനങ്ങളുടെ ഇടയിൽ മികച്ചതായിട്ട് മാറുകയും ജസ്റ്റ് പേഷ്യന്റ് കെയറിന് പകരം അവർ കുറെ ഫെസിലിറ്റീസും പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണ്? കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമഗ്രമായ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം. കോംപ്രിഹെൻസീവ്, സമഗ്രമായ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെന്റീവ് പ്രതിരോധം. യെസ്, വെരി ഗുഡ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ സമഗ്രമായതും, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധാത്മകമായതും. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂറേറ്റീവ് രോഗശമനം. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗശമനം. ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ് എന്താണ്? പുനരധിവാസ സേവനങ്ങൾ. റീഹാബിലിറ്റേഷൻ സർവീസ് മീൻസ് പുനരധിവാസ സേവനങ്ങൾ. ഈ റീഹാബിലിറ്റേഷൻ സർവീസസിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സാമ്പിള് ആർക്കെങ്കിലും അറിയോ? എക്സാമ്പിൾ റീഹാബിലിറ്റേഷൻ സർവീസസിന് ഡി അഡീഷൻ സെന്റർ കേട്ടിട്ടുണ്ടോ? ഡി അഡീഷൻ സെന്റർ അതൊക്കെ റീഹാബിലിറ്റേഷൻ സർവീസസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് പറയുന്നത്? ഈ കൺസെപ്റ്റ്, വിത്തിൻ ദിസ് കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് ഒക്കെ വന്നപ്പോ ഹോസ്പിറ്റല് പൊതുജനങ്ങളുടെ മനസ്സിൽ എന്തായിട്ട് മാറി? ബിക്കം എ ഗുഡ് ആയിട്ട് മാറി. ഇമേജ് എന്ന് പറഞ്ഞത് ബിക്കം ഗുഡ് ആയിട്ട് മാറി. പിന്നെ എന്താണ്? ജസ്റ്റ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും മാറി അവർ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്? കോംപ്രിഹെൻസീവ് സമഗ്രമായതും, പ്രിവെന്റീവ് പ്രതിരോധാത്മകമായതും, അതുപോലെ തന്നെ ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് രോഗശമനം, ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ല പാരഗ്രാഫ്? ഒന്നുകൂടിയും പറയാം. എന്താണ്? നിലവിൽ എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്? ജസ്റ്റ് നോട്ട് എ ഹീലിംഗ് സെന്റേഴ്സ് രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് മാത്രമല്ല, എന്താണ് അവർ കുറെ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ഹെൽത്ത്ഫുൾ ലിവിങ്ങും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ജനറൽ പബ്ലിക്കിന് ഏത് ഹോസ്പിറ്റൽ പ്രിഫർ ചെയ്യാനാണ് ഇഷ്ടം? കുറെ അധികം ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകാനായിട്ടാണ് ഇഷ്ടം. പിന്നെ അതുപോലെ ഇങ്ങനത്തെ കൺസെപ്റ്റ് വന്നപ്പോ നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ ഹോസ്പിറ്റലുകളുടെ ഒരു ചിത്രം അല്ലെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞത് ബിക്കമേ ഗുഡ് ആയിട്ട് മാറി, നല്ല മികച്ചതായിട്ട് മാറി. ജസ്റ്റ് പൊതുജനങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗിയെ ചികിത്സിക്കുന്ന കേന്ദ്രം എന്ന ഈ കൺസെപ്റ്റിന് പകരം അവരെന്തായിട്ട് കുറെ
ഫെസിലിറ്റീസ് അല്ലേ, കുറെ അധികം ഫെസിലിറ്റീസ് ഇപ്പോ ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണ്? കോംപ്രിഹെൻസീവ് സമഗ്രമായതും, പ്രിവെന്റീവ് പ്രതിരോധാത്മകമായതും, ക്യൂറേറ്റീവ് രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ളതും, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സർവീസസും പ്രദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ ആ പാരഗ്രാഫ്? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ 2 പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോ ലാറ്റിൻ നൗണായ ഹോസ്പസിൽ നിന്ന് വന്നേക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്റ്റൽസ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഹോസ്പൈസ്. ഹോസ്പൈസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ലാറ്റിൻ നൗണായ ഹോസ്പസിന് 3 മീനിങ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണത്? ഗസ്റ്റ് ഓർ വിസിറ്റർ എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് എന്താണ്? ഗസ്റ്റിനോ വിസിറ്റർക്കോ താമസത്തിനോ വിനോദത്തിനോ സൗകര്യമൊരുക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ എന്താണ് അടുത്തത് പറയുന്നത്? എന്താണ്? ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്ന സ്ഥലം എന്നുകൂടി പറയുന്നുണ്ട്. പിന്നെ അടുത്ത സെന്റൻസിൽ എന്താണ് പറയുന്നത്? ഗ്രാജുവൽ ഇവല്യൂഷൻ ഉണ്ടായി അല്ലെ. 19th and 18th സെഞ്ചുറീസിൽ ഒരു ക്രമാനുഗമായ പരിണാമം സംഭവിച്ചു. 50 വർഷങ്ങൾക്ക് മുൻപ് ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു? ഒരു രോഗിയെ ചികിത്സിക്കുന്ന കേന്ദ്രം എന്ന നിലയിലായിരുന്നു കൺസെപ്റ്റ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്തായിട്ട് മാറി? കുറെ അധികം ഫെസിലിറ്റീസ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവന്നു. അങ്ങനെ ബിക്കം എ ഗുഡ് ആയിട്ട് മാറി. പിന്നെ എന്താണ്? കറന്റ്ലി ദ ഹോസ്പിറ്റൽ എന്തായിരുന്നു? ജസ്റ്റ് നോട്ട് എ ഹീലിംഗ് സെന്റേഴ്സ്. രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് മാത്രമല്ല, രോഗിക്ക് എന്താണ്? ഹെൽത്ത്ഫുൾ ലിവിങ്ങും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ ജനറൽ പബ്ലിക്കിന് എന്തായിരുന്നു? ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ പോകാനാണ് ഇഷ്ടം? കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സിക്കാനാണ് താല്പര്യം. അതുപോലെ തന്നെ ഈ കൺസെപ്റ്റില് എന്താണ്? ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ വരുമ്പോൾ ഹോസ്പിറ്റൽസിന്റെ ഇമേജ് എന്തായിട്ട് മാറി? പൊതുജനങ്ങളുടെ ഇടയിൽ ബിക്കം ഗുഡ് ആയിട്ട് മാറി. അതുപോലെ തന്നെ അവര് ഏതൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോംപ്രിഹെൻസീവ് സമഗ്രമായതും, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസും അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നമുക്ക് ഡെഫിനിഷൻസിലോട്ട് പോവാം. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ. നെക്സ്റ്റ് ആണ് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ. Hospitals are institutions providing medical and surgical treatment and nursing care for any ill and injured peoples. Hospitals എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്, പിന്നെ എന്തൊക്കെയാണ്? നഴ്സിംഗ് കെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള പീപ്പിൾസിനാണ്? ഇൻജേർഡ്, മുറിവേറ്റ അല്ലെങ്കിൽ പരിക്കേറ്റ ആളുകൾക്കും രോഗബാധിതർക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗബാധിതർ. പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗബാധിതർ. ഓക്കെ, വെരി ഗുഡ് ആശാ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവരെന്തൊക്കെ കെയറിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് കെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? രോഗബാധിതർക്കും പരിക്കേറ്റ ആളുകൾക്കുമാണ് ഈ ഫെസിലിറ്റീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആ സെന്റൻസ് ഓക്കെ അല്ലേ? ഇനി പറയണോ മിസ്? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി അടിയിൽ കൊടുത്തിട്ടുണ്ട് ഡെഫിനിഷൻ. ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തിരിക്കുന്നത് ഡെഫിനിഷൻസ് ആണ്. അത് നമ്മൾ പഠിക്കണം. നമുക്ക് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഫിസിഷ്യൻസ്, സർജൻസ് ആൻഡ് എ ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്സ്
in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ഡോക്ടേഴ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്സ്. ആരാണ് ടെക്നിക്കൽ സ്റ്റാഫ്സ്? അറിയോ? ടെക്നിക്കൽ സ്റ്റാഫ്സ് ടെക്നിക്കൽ സ്റ്റാഫ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഹോസ്പിറ്റലുകളിലെ ടെക്നിക്കൽ സ്റ്റാഫ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ലാബ് വർക്കേഴ്സ്. വെരി ഗുഡ്. എക്സ്റേ, സ്കാനിങ്. ഓക്കെ ഓക്കെ, ശരിയാണ് പറഞ്ഞത്. അപ്പോ ടെക്നിക്കൽ സ്റ്റാഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്കാനുകൾ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സുകളിലൊക്കെ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ പറയുന്നതാണ് ടെക്നിക്കൽ സ്റ്റാഫ്സ്. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആരൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്നതാണ്? ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്സിനെയും യൂസ് ചെയ്യുന്നു. In order to provide facilities for diagnosis. Diagnosis എന്താണ്? രോഗം നിർണയിക്കൽ. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗം നിർണയിക്കൽ. തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? തെറാപ്പി രോഗചികിത്സ. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗം നിർണയിക്കൽ. തെറാപ്പി എന്ന് പറഞ്ഞാൽ രോഗചികിത്സ. ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പുനരധിവാസ സേവനങ്ങൾ. ഓക്കെ ആണോ എല്ലാവരും? ഇനി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് പഠനം. റിസർച്ച് എന്ന് പറഞ്ഞാല് ഗവേഷണം. ഓക്കെ. അപ്പോ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് ആർക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു? രോഗികൾക്ക് അല്ലെ. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്? രോഗം നിർണയിക്കാനും രോഗചികിത്സയ്ക്കും പുനരധിവാസ സേവനങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിരോധത്തിനും. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗം എവിടെ നിന്നുണ്ടായി, എങ്ങനെയുണ്ടായി എന്നുള്ള ഒരു ഗവേഷണം നടത്തുന്നതിനെയാണ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അവർ പഠനം നടത്തും. അത് അങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് കുറെ അധികം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഫെസിലിറ്റീസ് ആണ്? ഡയഗ്നോസിസ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആരൊക്കെ യൂസ് ചെയ്ത്? ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത പാരഗ്രാഫിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, ഒന്നും കൂടി പറയണം. ഓക്കെ, ഞാൻ പറയാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. നമ്മൾ മുമ്പ് പഠിച്ച ആ മീനിങ്ങിൽ എന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പോ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ദാറ്റ് മേക്ക് യൂസ് ഓഫ്. ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് രോഗികൾക്ക് കുറേയധികം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫെസിലിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡയഗ്നോസിസ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇത് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ്. ആരൊക്കെ യൂസ് ചെയ്തുകൊണ്ട്? ഈ ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് രോഗികൾക്ക് കുറേയധികം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ? ഇനി പറയണോ മിസ്റ്റർ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോയാണ്. Professionally and technically skilled people apply their knowledge and skills with the help of complicated equipments and appliances
ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ്. എന്താണ് പറയുന്നത് അതിനകത്ത്? പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കും അല്ലെ എവിടെ ഉണ്ടായിരിക്കുന്നത്? ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോ പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾസ് അവരുടെ നോളജ് ആൻഡ് സ്കിൽസും എവിടെ അപ്ലൈ ചെയ്യുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആൻഡ് അപ്ലയൻസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് രോഗികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ക്വാളിറ്റി കെയർ അല്ലെങ്കിൽ ഒരു ആരോഗ്യപൂർണമായ കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഒന്നുകൂടിയും പറയാം. പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾസ് അവരുടെ നോളജും സ്കിൽസും യൂസ് ചെയ്തുകൊണ്ട് എവിടെ യൂസ് ചെയ്യുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിലും അപ്ലയൻസിലും യൂസ് ചെയ്തുകൊണ്ട് രോഗികൾക്ക് ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അത് ഓക്കെ ആണോ? നെക്സ്റ്റ് സെന്റൻസ് വായിക്കട്ടെ. ഓക്കെ. Hospital is a place for diagnosis and treatment of human ills and bringing back the health and well-being of those temporarily prevented from enjoy this. എന്താണ്? ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ്? രോഗം നിർണയിക്കുന്നതിനും അവർക്ക് രോഗികൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകി അവരുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാനായിട്ട് ഹോസ്പിറ്റലുകൾ ഹെൽപ്പ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസിസിന്റെയും രോഗം നിർണ്ണയിക്കുന്നതിന്റെയും രോഗികൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്ന ഒരു പ്ലേസ് ആണ്. രോഗികൾക്ക് അവരുടെ രോഗത്തിൽ നിന്ന് മുക്തി നേടി അവരുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഹോസ്പിറ്റലുകൾ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ആ പാരഗ്രാഫ് ഒന്നും കൂടി മിസ് പറയാം. Professionally and technically skilled peoples applied their knowledge and skills. എന്ത് ചെയ്യുന്നു? പ്രൊഫഷണലി സ്കിൽഡ് പീപ്പിൾസ് അവരുടെ നോളജും സ്കിൽസും എവിടെ യൂസ് ചെയ്യുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിലും അപ്ലയൻസിലും യൂസ് ചെയ്തുകൊണ്ട് രോഗികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത് ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? രോഗം നിർണയിക്കുന്നതിനും അതുപോലെ രോഗികൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ നൽകുന്ന ഫംഗ്ഷൻ എന്താണ്? രോഗിയുടെ ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകിയിട്ട് രോഗിയെ രോഗത്തിൽ നിന്ന് വിമുക്തി നേടി അവർക്ക് വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ആണോ അത്? അപ്പൊ നമ്മള് ഡെഫിനിഷൻസ് ഓഫ് ഹോസ്പിറ്റലില് നമ്മൾ 3 പാരഗ്രാഫാണ് പഠിച്ചത്. ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് എന്ത് ചെയ്യുന്നു? എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു? മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു? ഇൻജേർഡ് ആയിട്ടുള്ള പീപ്പിൾസിനും രോഗബാധിതർക്കും. ഈ പീപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗബാധിതർക്കും ഇൻജേർഡ് ആയിട്ടുള്ള പീപ്പിൾസിനും മുറിവേറ്റവർക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റും നഴ്സിംഗ് കെയറും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. ഇനി ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ അടുത്തത് നമുക്ക് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആരൊക്കെ യൂസ് ചെയ്തുകൊണ്ട്? ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് രോഗികൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡയഗ്നോസിസ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ 3rd പാരഗ്രാഫ് നമുക്ക് നോക്കാം. ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എന്താണ്? പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾസ് അവരുടെ നോളജും സ്കിൽസും യൂസ് ചെയ്യുന്നു. എന്തിൽ യൂസ് ചെയ്യുന്നു?
കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിലും അപ്ലയൻസിലും യൂസ് ചെയ്തുകൊണ്ട് രോഗികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ക്വാളിറ്റി കെയർ അല്ലെങ്കിൽ ആരോഗ്യപൂർണമായ ജീവിതം നയിക്കാനായിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേസ് ആണ്. എന്തിനുള്ള പ്ലേസ് ആണ്? രോഗം നിർണ്ണയിക്കുന്നതിനും രോഗികൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നതിനുമുള്ള ഒരു പ്ലേസ് ആണ്. അങ്ങനെ ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകി ആരോഗ്യപൂർണമായ ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരാൻ ഹോസ്പിറ്റൽസ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇനി ഡൗട്ട് ഉണ്ടോ? മിസ് പറയണോ? ഡെഫിനിഷൻസ് ഓഫ് ഹോസ്പിറ്റൽ പറയണോ ഇനി? ഓക്കെ 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 ഇനി നെക്സ്റ്റ് ഡെഫിനേഷൻസിലോട്ട് നമുക്ക് പോകാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO ഫുൾ ഫോം എല്ലാവർക്കും അറിയില്ലേ? ഓക്കെ, WHO ഫുൾ ഫോം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അത് നോക്കാം. ഇനി ഡെഫിനിഷൻസിന്റെ അടിയിൽ കൊടുത്തേക്കണുണ്ട്, WHO ബ്രാക്കറ്റിൽ കൊടുത്തേക്കണം. WHO 1957, അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. WHO 1957 ഓക്കെ 57 എസ്റ്റാബ്ലിഷ് നൽകിയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. ഹോസ്പിറ്റലിനെ കുറിച്ച് നൽകിയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണേ. WHO 1957 ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ എഴുതിയിട്ടുള്ളതാണ് 1957 കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെഫിനിഷൻ. A hospital is a integral part of a medical and social organization. എന്താണ് ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇന്റഗ്രൽ പാർട്ട്? ഇന്റഗ്രൽ പാർട്ട് എന്താണ്? നോ ഐഡിയ? മെയിൻ പാർട്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ എന്താണ് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്ത്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്റഗ്രൽ പാർട്ടാണ്, ഇമ്പോർട്ടന്റ് പാർട്ടാണ്. എന്തിന്റെയൊക്കെ? മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്ത്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. The functions of which is to provide for the population complete health care, both curative and preventive. എന്താണ് മെയിൻ ഫങ്ഷൻസ്? ഹോസ്പിറ്റലിന്റെ മെയിൻ ഫങ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഫങ്ഷൻ എന്താണ് പറയുന്നത്? ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കംപ്ലീറ്റ് ഹെൽത്ത് കെയർ അല്ലെ? രോഗികൾക്ക് കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മെയിൻ ഫങ്ഷൻ ആയിട്ട് WHO പറയുന്നത്. ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗശമനം. ആൻഡ് പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിരോധം എന്നാണ്. അപ്പം ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആയിട്ട് രോഗികൾക്ക് അല്ലെങ്കിൽ പോപ്പുലേഷന്, ജനങ്ങൾക്ക് കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഹോസ്പിറ്റലിന്റെ മെയിൻ ഫങ്ഷൻ ആയിട്ട് WHO പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ആൻഡ് ഹൂസ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? ഔട്ട് പേഷ്യന്റ് ഓക്കെ അഡ്മിറ്റ് ആവാത്തത്. ഓക്കെ, കിടന്ന് ചികിത്സിക്കാത്ത ആളുകളെ ആണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പഠിക്കുമ്പോൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത പാഠഭാഗങ്ങളിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. കിടന്ന് ചികിത്സിക്കാത്ത രോഗികളെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഡോക്ടറെ കണ്ട് മരുന്ന് കുറിപ്പടി വാങ്ങി പോകുന്നില്ലേ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോ ആൻഡ് ഹൂസ് ഔട്ട് പേഷ്യന്റ് സർവീസസ് റീച്ച് ഔട്ട് ടു ദ ഫാമിലി ആൻഡ് ഇറ്റ്സ് ഹോം എൻവയോൺമെന്റ്. എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ അവരുടെ ഫാമിലിയിലേക്കും ഹോം എൻവയോൺമെന്റിലേക്കും പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ്
The hospital is also a center for the training of health workers and biosocial research. ബയോസോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് നടത്തുന്ന ആളുകളെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ട്രെയിനിങ് സെന്റർ ആണ്. ആരുടെയൊക്കെ? ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോസോഷ്യൽ റിസർച്ചേഴ്സിന്റെയും ഒരു ട്രെയിനിങ് സെന്റർ ആണ് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല്. അപ്പോ WHO ഡെഫിനിഷനിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇന്റഗ്രൽ പാർട്ടാണ്. ആരുടെയൊക്കെ? മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ. മെയിൻ ഫങ്ഷൻ എന്താണ് പറഞ്ഞത്? പൊതുജനങ്ങൾക്ക് ക്യൂറേറ്റീവ് ആയിട്ടും പ്രിവെന്റീവ് ആയിട്ടും എന്ത് ചെയ്യുക? ബെറ്റർ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സർവീസുകൾ അവരുടെ ഫാമിലിയിലേക്കും ഹോം എൻവയോൺമെന്റിലേക്കും പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയൊക്കെ ട്രെയിനിങ് സെന്റേഴ്സ് ആണ്? ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോസോഷ്യൽ റിസർച്ചിന്റെയും ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? ഇനി ഡെഫിനിഷൻ പറയണോ? ഒന്നുകൂടി മിസ് പറയാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ: ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗശമനം, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ അതിന്റെ മീനിങ് പറയാഞ്ഞത് കേട്ടോ. മുമ്പ് പറഞ്ഞ വാക്കുകളിലൊക്കെ ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ് എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ മീനിങ് പറയാഞ്ഞത്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗശമനം, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല് പ്രതിരോധം. അപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ 1957 ഇറക്കിയിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എഴുതിയിരിക്കുന്നത്. പിന്നെ അതിനകത്ത് പറയുന്നത് എന്താണ്? സോഷ്യൽ ഓർഗനൈസേഷന്റെയും മെഡിക്കൽ ഓർഗനൈസേഷന്റെയും ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല്. ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല് മെഡിക്കലിന്റെയും സോഷ്യൽ ഓർഗനൈസേഷന്റെയും ഒരു ഇന്റഗ്രൽ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിൻ ഫങ്ഷൻ എന്താണ്? ഹോസ്പിറ്റലിന്റെ കുറിച്ചുള്ള മെയിൻ ഫങ്ഷൻ ആണ് എന്ത്? പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് എന്ത് പ്രദാനം ചെയ്യുക? കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. എന്തായിട്ട്? രണ്ട് രീതിയിലും പറയുന്നുണ്ട്. ക്യൂറേറ്റീവ് ആയിട്ടും പ്രിവെന്റീവ് ആയിട്ടും ഹെൽത്ത് കെയർ, കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഹൂസ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്താണ്? ഔട്ട് പേഷ്യന്റ് സർവീസസുകൾ അവരുടെ ഫാമിലിയിലേക്കും ഹോം എൻവയോൺമെന്റിലേക്കും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹോസ്പിറ്റല് എന്താണ്? എന്ത് ട്രെയിനിങ് സെന്റർ? ആരുടെയൊക്കെ ട്രെയിനിങ് സെന്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോസോഷ്യൽ റിസർച്ചസിന്റെയും ഒരു ഹെൽത്ത് കെയർ സെന്റർ ആയിട്ടാണ്, ട്രെയിനിങ് സെന്റർ ആയിട്ടാണ് ഹോസ്പിറ്റലുകൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഒന്നും കൂടി ഒന്ന് മിസ് പറഞ്ഞു തരാം. നമ്മുടെ ചാപ്റ്റർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കഴിഞ്ഞു. ഒന്നും കൂടി ഒന്ന് ക്രോഡീകരിച്ച് ഒന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ലാറ്റിൻ നൗണായ ഹോസ്പസിന്റെ അർത്ഥം എന്താണ്? ഗസ്റ്റ് ഓർ വിസിറ്റർ എന്നാണ്. ഈ ലാറ്റിൻ നൗണായ ഹോസ്പസിൽ നിന്നാണ് ഹോട്ടൽസ്, ഹോസ്റ്റൽസ്, ഹോസ്പൈസ് ഇങ്ങനെയുള്ള 4 വേർഡ്സുകളും വന്നിരിക്കുന്നത്. ഇറ്റിമോളജി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ്സ് ആൻഡ് ദയർ മീനിങ്സ്. വാക്കുകളുടെ ഉത്ഭവവും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഇറ്റിമോളജി എന്ന് പറഞ്ഞാല്. പിന്നെ ലാറ്റിൻ നൗണായ ഹോസ്പസ് 3 മീനിങ്ങുകൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗസ്റ്റ് ഓർ വിസിറ്റർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗസ്റ്റിനോ അല്ലെങ്കിൽ വിസിറ്റർക്കോ വിനോദത്തിനോ താമസത്തിനോ സൗകര്യം ഒരുക്കുന്ന ഒരാൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗസ്റ്റിനെ സ്വീകരിക്കുന്ന സ്ഥലം എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ വന്നു. ഏതൊക്കെ സെഞ്ചുറീസില്? 19th and 18th സെഞ്ചുറീസിൽ ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ വന്നു. പണ്ട് കാലങ്ങളില് 50 ഇയേഴ്സിന് മുൻപ് ഹോസ്പിറ്റലുകളുടെ കൺസെപ്റ്റ് എങ്ങനെയുള്ളതായിരുന്നു? ഒരു രോഗിയെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ നൽകുന്ന ഒരു കേന്ദ്രം എന്ന രീതിയിലായിരുന്നു കൺസെപ്റ്റ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എന്തായിട്ട് മാറി?
കുറെ അധികം ഫെസിലിറ്റീസും ഐഡിയാസും അല്ലെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കാര്യം വെച്ച് പറഞ്ഞില്ലേ, അതുപോലെ കുറെ അധികം ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളായിട്ട് മാറി. പിന്നെ എന്താണ്, ഇപ്പോ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് മാത്രമല്ല, അവരെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പൊതുജനങ്ങൾക്ക്, കംപ്ലീറ്റ് ഹെൽത്ത്ഫുൾ ലിവിങ്ങും കൂടെ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുജനങ്ങൾക്ക് എന്താണ് താല്പര്യം, അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്തിനാണ്, കുറെ അധികം ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകാനായിട്ടാണ്, അല്ലെങ്കിൽ അവിടെ രോഗപരിചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവര് പ്രിഫർ ചെയ്യുന്നത്. കുറെ അധികം ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളിൽ പോകാനായിട്ടാണ് അവർക്ക് താല്പര്യം. അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ വന്നപ്പോ പൊതുജനങ്ങളുടെ ഇടയില് ഹോസ്പിറ്റലിന്റെ ഇമേജ് എന്തായിട്ട് മാറി, ഗ്രാജുവലി ബിക്കം ഗുഡ്, നല്ലൊരു ഇമേജ് ആയിട്ട് മാറി. അതിനുശേഷം അവര് വെറുതെ മെഡിക്കൽ കെയർ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ല, കുറെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തു. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, കോംപ്രിഹെൻസീവ് ആയിട്ടും പ്രിവെന്റീവ് ആയിട്ടും ക്യൂറേറ്റീവ് ആയിട്ടും റീഹാബിലിറ്റേഷൻ സർവീസ് ഫെസിലിറ്റീസുകൾ പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തുടങ്ങി. ഇനി ഡെഫിനിഷൻസിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്, ഹോസ്പിറ്റലുകൾ എന്നാൽ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റുകളും നഴ്സിംഗ് കെയറും പ്രൊവൈഡ് ചെയ്യുന്നു. ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, ഇൽനെസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഇൻജേർഡ് പീപ്പിൾസിനും ഈ കെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിലുള്ള ആ ഡെഫിനിഷൻ നോക്കാം. എന്താണ്, ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് കുറെ അധികം ഫെസിലിറ്റീസ് അല്ലെ, രോഗികൾക്ക് കുറെ അധികം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഫെസിലിറ്റീസ് ആണ്, ഡയഗ്നോസിസ് രോഗനിർണയിക്കുന്നതിനും, തെറാപ്പി രോഗചികിത്സ, റീഹാബിലിറ്റേഷൻ സർവീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, പുനരധിവാസ സേവനങ്ങൾ, പ്രിവെൻഷൻ പ്രതിരോധം, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അങ്ങനെയുള്ള ഫെസിലിറ്റീസും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾസ് അല്ലെ, പ്രൊഫഷണലി ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾസിനെയാണ് ഹോസ്പിറ്റലുകളിൽ വർക്കേഴ്സ് ആയിട്ട് വെക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ നോളജും സ്കിൽസും എവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിലും അപ്ലയൻസിലും യൂസ് ചെയ്തുകൊണ്ട് രോഗികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ക്വാളിറ്റി അല്ലെങ്കിൽ ബെറ്റർ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്ലേസ് ആണ്. എന്തിനുള്ള പ്ലേസ് ആണ്, രോഗം നിർണ്ണയിക്കുന്നതിനും. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗനിർണയത്തിനും നല്ലൊരു ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. രോഗികളെ എന്ത് ചെയ്യുന്നു, രോഗം നിർണയിച്ച് രോഗചികിത്സ നടത്തി അവരെ പൂർണ്ണസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നു. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്, ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. പിന്നെ എന്താണ്, ദ ഫങ്ഷൻസ്, ഹോസ്പിറ്റലിന്റെ മെയിൻ ഫങ്ഷൻ ആയിട്ട് പറയുന്നത് എന്താണ്, ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആയിട്ട് കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പൊതുജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതും, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സർവീസസുകൾ അവരുടെ ഫാമിലിയിലേക്കും ഹോം എൻവയോൺമെന്റിലേക്കും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലുകൾ എന്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ട്രെയിനിങ് സെന്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോസോഷ്യൽ റിസർച്ചിനും വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ, ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഈ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം നമുക്ക്. ഓക്കെ ആണോ, സ്റ്റാർട്ട് ചെയ്യട്ടെ മിസ്? ഡയോമെട്രിക്കിന്റെ മീനിങ് കൃത്യത അല്ലെങ്കിൽ പൂർണ്ണത. ഓപ്പോസിറ്റ് എന്നുള്ള ആ വാക്ക് വെട്ടിയിട്ട് ഡയാമെട്രിക് ആക്കണം. ഡയാമെട്രിക് എന്ന വാക്കിന്റെ അർത്ഥം കൃത്യത അല്ലെങ്കിൽ പൂർണ്ണത. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. മിസ് കൂടുതലൊന്നും എടുക്കൂല. ഓക്കെ,
ഞാൻ ഇങ്ങനെ തന്നെ ക്ലാസ് എടുത്താൽ മതിയോ നിങ്ങൾക്ക്? എന്തെങ്കിലും മാറ്റം വരുത്തണോ? നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? മനസ്സിലാവണില്ല എന്നുള്ള ഇതില് ഹോം എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ചുറ്റുപാട് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഹോം എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് PDF നിങ്ങൾക്ക് അയച്ച് തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. PDF ഇല്ലല്ലേ നിങ്ങളുടെ കയ്യില്? ജസ്റ്റ് നോട്ട് എഴുതി വെക്കണം കേട്ടോ. ഉണ്ട്. കുഴപ്പമില്ല കുഴപ്പമില്ല. PDF ഉണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ല. PDF ഇല്ലാത്തവര് എടുത്തു വെക്കണം കേട്ടോ. 35 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതെല്ലാം എടുത്തു വെക്കുക. ഞാനും വന്ദന മിസ്സും കൂടിയാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോ ഞങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ ആണ് എടുക്കണേന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ചാപ്റ്ററിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ PDF ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് അർത്ഥങ്ങളൊക്കെ നോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ 35 ചാപ്റ്റേഴ്സും എടുത്തു വെക്കണം. വന്ദന മിസ് നാളെ ബ്ലഡ് ബാങ്ക് ആണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ചാപ്റ്റേഴ്സും അതിന്റെ PDF നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. സെപ്പറേറ്റ് നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. എനിക്കൊരു നോട്ട്ബുക്ക്, ആ മിസ്സിന് ഒരു നോട്ട്ബുക്ക്, അങ്ങനെ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക. ലെക്ചർ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. PDF മതി. പ്രിന്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. കാരണം അതിലൊക്കെ കുറച്ച് ഇങ്ങനെ അർത്ഥങ്ങളും ബാക്കിയുള്ള അർത്ഥങ്ങളൊക്കെ എഴുതി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഫോണിൽ PDF ആക്കി വെക്കണമെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ ലെക്ചർ നോട്ട് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓപ്ഷനുകൾ 4 ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓപ്ഷനുകൾ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD. അപ്പോ BC 500 AD ഹിസ്റ്ററി, ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മിസ് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. Early medical treatment was always recognized as religious services and ceremonies. Religious service എന്ന് പറഞ്ഞാൽ എന്താണ്? Religious services. Religious services കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? റിലീജിയസ് സർവീസ് എന്ന് പറഞ്ഞാൽ മതപരമായ ആചാരങ്ങൾ. ഓക്കെ ഓക്കെ, അതന്നെ, മതപരമായ ആചാരങ്ങളും സെറിമണീസ് എന്ന് പറഞ്ഞാൽ ചടങ്ങുകൾ. അപ്പോ ഏർലി എറയില് മെഡിക്കൽ ട്രീറ്റ്മെന്റ് റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അംഗീകരിക്കപ്പെട്ടത്. എന്താണ്? എങ്ങനെയായിരുന്നു? മതപരമായ ആചാരങ്ങളോടും സെറിമണീസ് ചടങ്ങുകളോടും കൂടിയിട്ട് ഉള്ളതായിരുന്നു ഏർലി എറയിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്.
ഏർലി എറയില് അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടന്നിരുന്നത് എങ്ങനെയായിരുന്നു? മതപരമായ ആചാരങ്ങളോടും ചടങ്ങുകളോടും കൂടിയായിരുന്നു. ഇനി സെക്കൻഡ് സെന്റൻസ് വായിക്കാം. പ്രീസ്റ്റ് വേർ ഓൾസോ ഫിസിഷ്യൻസ് ആൻഡ് മെഡിസിൻ മാൻ. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പുരോഹിതൻ അല്ലെ? അല്ലെ? പ്രീസ്റ്റ് ആരാ? പ്രീസ്റ്റ് പ്രീസ്റ്റിന്റെ മീനിങ് എന്താ? പുരോഹിതനെ. വെരി ഗുഡ്. അപ്പോ പ്രീസ്റ്റുകളായിരുന്നു ആര്? ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറഞ്ഞാല് ആ കാലഘട്ടത്ത് പ്രീസ്റ്റുകളായിരുന്നു, പുരോഹിതനായിരുന്നു ഡോക്ടേഴ്സ് ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അപ്പോ ഡോക്ടർമാര് ആയിരുന്നു ആര്? പ്രീസ്റ്റുകളായിരുന്നു ആ ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ബേസിൽ അല്ലെങ്കിൽ ആ സമയത്ത് ആദ്യ കാലഘട്ടങ്ങളില് മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഡോക്ടർ ആയിരുന്നു ആര്? ഡോക്ടർ എന്ന് പറയുന്നത് ആരായിരുന്നു? പ്രീസ്റ്റുകളായിരുന്നു, പുരോഹിതന്മാരായിരുന്നു. Priests were also physicians or medicine men caring for spirit, mind, body. Spirit എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിരിറ്റ് ആത്മാവ്. വെരി ഗുഡ് സൗമ്യ. ആത്മാക്കള്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാക്കള്. മൈൻഡ്, ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? മൈൻഡ് മനസ്സ്. ബോഡി എന്ന് പറഞ്ഞാല് എന്താണ്? ബോഡി ശരീരം അല്ലെ? അപ്പോ സ്പിരിറ്റിനെയും മൈൻഡിനെയും ബോഡിയെയും പരിപോഷിപ്പിക്കുന്നവരായിരുന്നു ആര്? പുരോഹിതന്മാർ. Priest or doctors came under the ruling class. Ruling class എന്ന് പറഞ്ഞാല് ആരായിരുന്നു? റൂളിംഗ് ക്ലാസിന്റെ അർത്ഥം എന്താണ്? റൂളിംഗ് ക്ലാസ് ഭരണവർഗത്തിൽ പെട്ടവർ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം. റൂളിംഗ്, യെസ്, വെരി ഗുഡ് അമീന. റൂളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാല് ഭരണവർഗത്തിൽ പെട്ടവർ. അപ്പോ പ്രീസ്റ്റ് ഓർ ഡോട്ടേഴ്സ് കം അണ്ടർ ദ റൂളിംഗ് ക്ലാസ് വിത്ത് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. എന്താണ്? ഡോക്ടർമാരാരായിരുന്നു? പ്രീസ്റ്റുകളായിരുന്നു അല്ലെ? ആ പ്രീസ്റ്റുകള് ഭരണവർഗത്തിൽ പെട്ടവരും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവരുമായിരുന്നു. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വർ ഓൾസോ മീറ്റിംഗ് പ്ലേസ്. അവരുടെ മീറ്റിംഗ് പ്ലേസ് ഏതായിരുന്നു? ടെമ്പിൾസ് ആയിരുന്നു അല്ലെ? പുരോഹിതന്മാരെയാണ് ഡോക്ടർമാരായിട്ട് കണക്കാക്കിയിരുന്നത്. അതുപോലെ ഹോസ്പിറ്റലുകൾ അപ്പൊ എന്തായിരിക്കും? ടെമ്പിൾസ് ആയിരിക്കും. ഓക്കെ, ആ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? പുരോഹിതന്മാരായിരുന്നു ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല് ടെമ്പിൾസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോ എന്താണ്? ഏർലി ഏറയിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലീജിയസ് സർവീസുകളോടും സെറിമണീസ്, എന്താണ്? മതപരമായ ആചാരങ്ങളോടും ചടങ്ങുകളോടും കൂടി അംഗീകരിക്കപ്പെട്ടതായിരുന്നു ഏർലി ഏറയിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. പിന്നെ അവിടെ ഡോക്ടറായിട്ട് പറഞ്ഞിരുന്നത് ആരെയാണ്? പ്രീസ്റ്റുകളെയാണ്. പ്രീസ്റ്റുകള് എന്ത് പവർ ആയിരുന്നു? എന്ത് പവർ ഉണ്ടായിരുന്നു അവർക്ക്? ഒരു ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ പ്രീസ്റ്റിനെ ഡോക്ടേഴ്സ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. പിന്നെ എന്താണ്? അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്തായിരുന്നു? ടെമ്പിൾസ് ആയിരുന്നു. ഓക്കെ അല്ലേ? ആ പാരഗ്രാഫ് ഓക്കെ അല്ലേ? ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതില് 5 ഹോസ്പിറ്റൽസിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽസ്, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. എന്താണ്? റൂളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണവർഗത്തിൽ പെട്ടവർ. റൂളിംഗ് ക്ലാസിന്റെ മീനിങ് ആണോ ചോദിച്ചത്? ഭരണവർഗത്തിൽ പെട്ടവർ. അപ്പോ ഏതൊക്കെ ഹോസ്പിറ്റലുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത്? മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽ, ഗ്രീക്ക് ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽ, അറബിക് ഹോസ്പിറ്റൽ ആൻഡ് ഇന്ത്യൻ ഹോസ്പിറ്റൽ.
ടെക്നിക്കൽ ഇഷ്യൂ ആണതാണ് കേട്ടോ, സോറി. അപ്പോ ഫസ്റ്റത്തെയാണ് മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽ. മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് നോക്കാം. മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് അപ്പിയർഡ് 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. എന്താണ് ancient region എന്ന് പറഞ്ഞാൽ? എന്താണ് ancient region? ancient region ഓക്കെ പറയാം. എന്താണ് ancient region എന്ന് പറഞ്ഞാല്? പുരാതന നഗരം. അറിയാത്തവര് എഴുതി വെച്ചോ, പുരാതനമായ ഒരു പ്രദേശത്തെയാണ് ancient region എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ഒരു പുരാതന നഗരമായ മെസപ്പൊട്ടോമിയയിലാണ് ആദ്യമായിട്ട് മെഡിസിൻ അപ്പിയർ ചെയ്തത്. അപ്പിയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിവാക്കപ്പെടുക, വെളിപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, അതാണ് അപ്പിയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിപ്പെടുക. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത്? സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ഒരു ആൻഷ്യന്റ് നഗരമായ, പുരാതന നഗരമായ മെസപ്പൊട്ടോമിയയിലാണ് ഫസ്റ്റ് മെഡിസിൻ ഫസ്റ്റ് ആയിട്ട് വെളിവാക്കപ്പെട്ടത്. അപ്പിയർ ചെയ്തത് എവിടെയാണ്? മെസപ്പൊട്ടോമിയയിലാണ്. ഓക്കെ അല്ലേ ആ സെന്റൻസ്? ഒന്നുകൂടിയും പറയാം. എന്താണ്? സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ പുരാതന നഗരമായ മെസപ്പൊട്ടോമിയയിലാണ് മെഡിസിൻ എന്ന വാക്ക് അല്ലെങ്കിൽ മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത്. ഓക്കെ, ഇനി സെക്കൻഡ് സെന്റൻസിലോട്ട് പോവാം നമുക്ക്. ഹുമ്രാബീസ് കോഡ്. ഹുമ്രാബി ആ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹുമ്രാബി ആർക്കെങ്കിലും അറിയോ? ഹുമ്രാബി ഇല്ല. ഹുമ്രാബീസ് കോഡിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഹുമ്രാബി രാജാവിനെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരാം മിസ്. അപ്പോ ഹുമ്രാബി എന്ന് പറഞ്ഞ രാജാവ് ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഹുമ്രാബി. ഓക്കെ നിയമസംഹിത. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഹുമ്രാബി എന്ന് പറഞ്ഞ രാജാവ് ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു. അദ്ദേഹമാണ് ഹുമ്രാബീസ് കോഡ് നിർമ്മിച്ചത്. എന്തായിരുന്നു അതിനകത്ത് ഉൾക്കൊണ്ടിരുന്നത്? ഡോക്ടേഴ്സിന് പ്രാക്ടീസ് ചെയ്യാനുള്ള റൂൾസുകളെ കുറിച്ചിട്ടാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഹുമ്രാബീസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിയമസംഹിതയാണ്. ഡോക്ടേഴ്സിന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസുകളെ കുറിച്ച്, നിയമങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് ഹുമ്രാബീസ് കോഡ്. അപ്പോ ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഈ ഹുമ്രാബി എന്ന് പറഞ്ഞ രാജാവ്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമസംഹിതയാണ് എന്ത്? ഹുമ്രാബീസ് കോഡ്. ഈ ഹുമ്രാബീസ് കോഡ് എന്താണ്? ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള നിയമസംഹിതയാണ് ഹുമ്രാബീസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിനകത്ത് പറയാനുള്ളത് 7 അടി 4 ഇഞ്ച് വലിപ്പത്തിലുള്ള ശിലയിലാണ് ഈ ഹുമ്രാബീസ് കോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഈ PDF-ല് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് പ്രകാരമായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇതിൽ കൂടുതൽ ചൂഴൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും മിസ് ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ 7 അടി 4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ശിലയിലാണ് ഈ ഹുമ്രാബീസ് കോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഈ ഹുമ്രാബി എന്ന് പറഞ്ഞ രാജാവ്. അദ്ദേഹമാണ് ഹുമ്രാബീസ് കോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹുമ്രാബീസ് കോഡിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഡോക്ടറിന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള് ഒരു നിയമസംഹിതയായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ ഹുമ്രാബീസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ 7 അടി 4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ശിലയിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ലാസ്റ്റ് സെന്റൻസ് നോക്കാം. ഫസ്റ്റ് റെക്കോർഡഡ്
prescription came from Sumer in ancient Babylon. എന്താണ് ബാബിലോണിലെ ഒരു ആൻഷ്യന്റ് നഗരമായ സുമേറിൽ നിന്നാണ്. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിസ്ക്രിപ്ഷൻ ഓക്കെ, വെരി ഗുഡ്. കുറിപ്പടി. ഡോക്ടേഴ്സ് നമ്മൾക്ക് എഴുതി തരില്ലേ മരുന്നിന്റെ പേര്? മരുന്നിന്റെ കുറിപ്പിനെ പറയുന്നതാണ് പ്രിസ്ക്രിപ്ഷൻ. അപ്പോ ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ ഏതിൽ നിന്ന് വന്നതാണ്? സുമേർ, ആൻഷ്യന്റ് നഗരമായ സുമേറിൽ നിന്ന് വന്നതാണ് എന്ത്? ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ. അപ്പോ ഒന്നുകൂടിയും പറയാം മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റലുകളെ കുറിച്ച്. മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റലുകളില് എന്താണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ഒരു ആൻഷ്യന്റ് നഗരമാണ് മെസപ്പൊട്ടോമിയ. ഈ മെസപ്പൊട്ടോമിയയിലാണ് മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വെളിവാക്കപ്പെട്ടത് എവിടെയാണ്? മെസപ്പൊട്ടോമിയയിലാണ് മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹുമുറാബിസ് കോഡ്, അതിന്റെ ഇയർ പഠിക്കണം കേട്ടോ. ഇയർ എന്താണ്? 1728 to 1686 വരെ ഉള്ള BC കാലഘട്ടത്തിലാണ് ഹുമുറാബിസ് കോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഹുമുറാബി എന്ന രാജാവാണ് ഈ ഹുമുറാബിസ് കോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളെ കുറിച്ചാണ്. അങ്ങനെയുള്ളൊരു നിയമസംഹിതയാണ് ഈ ഹുമുറാബിസ് കോഡ് എന്ന് പറഞ്ഞാല്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബാബിലോണിലെ ആൻഷ്യന്റ് നഗരമായ സുമേർ അടിയിൽ വരച്ചിട്ടോൾട്ടാ. അതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ബാബിലോണിലെ സുമേർ എന്ന ആൻഷ്യന്റ് നഗരമായ സുമേറിലാണ് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നത്. കുറിപ്പടി നിലനിന്നിരുന്നത്. കുറിപ്പടി റെക്കോർഡ് ചെയ്തിരുന്നത് എവിടെയാണ്? ബാബിലോണിലെ ആൻഷ്യന്റ് നഗരമായ സുമേർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഓക്കെ അല്ലേ? ഇനി പറയണോ മിസ്? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഓക്കെ. ഇനി സെക്കൻഡ് ഹോസ്പിറ്റലാണ് എന്ത്? ഗ്രീക്ക് ഹോസ്പിറ്റൽ. അതിന്റെ പീരീഡ് എന്താ പറയണത്? 460 to 136 BC ആണ് അതിന്റെ കാലഘട്ടം. ഗ്രീക്ക് ഹോസ്പിറ്റലിന്റെ കാലഘട്ടം എന്താണ്? 460 to 136 BC. ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് ആൻഡ് റിലീജിയസ് റിച്വൽസ്. എന്താണ് മാജിക്? എന്താണ്? മന്ത്രവാദം. അതുപോലെ തന്നെ റിലീജിയസ് റിച്വൽസ് എന്താണ്? മതപരമായ ആചാരങ്ങളോടും കൂടിയിട്ടുള്ളതായിരുന്നു എന്ത്? അവിടുത്തെയും ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ളതായിരുന്നു. അപ്പോ എന്താണ്? ഗ്രീക്ക് ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത് ഏത് ബേസിലായിരുന്നു? മാജിക്കുകളും റിലീജിയസ് റിച്വൽസും ബേസ് ചെയ്തിട്ടായിരുന്നു ട്രീറ്റ്മെന്റുകൾ നടത്തിയിരുന്നത്. ഹിപ്പോക്രാറ്റസ് ആരാ? കേട്ടിട്ടുണ്ടോ? ഹിപ്പോക്രാറ്റസ് നോ ഐഡിയ. ഫാദർ ഓഫ് മെഡിസിൻ. ഓക്കെ. ഹിപ്പോക്രാറ്റസിന്റെ കാലഘട്ടം 460 to 370 BC ആണ്. അപ്പോ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് മെഡിസിൻ ആണ്. ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ആരാണ്? ഹിപ്പോക്രാറ്റസ് ആയിരുന്നു. അപ്പോ ഈ ഹിപ്പോക്രാറ്റസിന്റെ കാലഘട്ടത്ത് ഈ ഗ്രീക്ക് ഹോസ്പിറ്റലുകള് അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത് എന്ത് പറഞ്ഞു? ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത് മാജിക്കും റിലീജിയസ് റിച്വൽസും ബേസ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഹിപ്പോക്രാറ്റസ് അതിനെ എതിർത്തിരുന്നു. അപ്പോ ഈ ഗ്രീക്ക് ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ ഗ്രീക്കുകാര് വിചാരിച്ചിരുന്നത് അവർക്ക് രോഗം വരുന്നത് ദേവന്മാരുടെ കോപത്താലാണെന്നാണ്. ദേവന്മാര് കോപിക്കുന്നത് കൊണ്ടാണ് അവർക്ക് രോഗം വരുന്നതെന്നാണ് ഗ്രീക്കുകാര് കരുതിയിരുന്നത്. അതിനോട് ഹിപ്പോക്രാറ്റസ് എതിർത്തിരുന്നു. പിന്നീട് അദ്ദേഹം നടത്തിയ പഠനങ്ങളിലൂടെ എന്താണ് കുറെ അപ്രോച്ചസുകൾ അദ്ദേഹം മെഡിസിൻ ഫീൽഡിൽ കൊണ്ടുവന്നു. അതാണ് ലോജിക്കൽ ആൻഡ് നോൺ റിലീജിയസ് അപ്രോച്ച്. ലോജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
യുക്തിപരമായതും അതുപോലെ തന്നെ നോൺ റിലീജിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റിലീജിയൻസ് മതപരമല്ലാത്തതുമായ അപ്രോച്ചസുകൾ മെഡിസിൻ ഫീൽഡിൽ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഗ്രീക്കുകാർ വിചാരിച്ചിരുന്നത് ദേവന്മാരുടെ കോപത്താലാണ് ഞങ്ങൾക്ക് രോഗം വരുന്നത് എന്ന രീതിയിലാണ് അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ഹിപ്പോക്രാറ്റസ് ഇതിനൊക്കെ എതിർത്തിരുന്നു. അദ്ദേഹം നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയത് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? പരിസ്ഥിതിയുടെ കാരണത്താലോ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ചില കാരണങ്ങളാലോ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിത രീതികളാലോ ആണ് മനുഷ്യന് രോഗം വരുന്നത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അദ്ദേഹം കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു? പരിസ്ഥിതിയുടെ ചില കാരണങ്ങളാലോ, പരിസ്ഥിതിയിൽ നിന്നുണ്ടാവുന്ന ചില കാരണങ്ങളാലോ, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതശൈലി അല്ലെങ്കിൽ ജീവിത രീതി അനുസരിച്ചിട്ടാവാം മനുഷ്യർക്ക് രോഗം വരുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോ ഗ്രീക്കുകാരുടെ ഈ കോൺസെപ്റ്റ് അദ്ദേഹം എതിർത്തിരുന്നു. അദ്ദേഹം എന്തായിരുന്നു മെഡിസിൻ ഫീൽഡിൽ കൊണ്ടുവന്ന കൺസെപ്റ്റ്? ലോജിക്കൽ ആൻഡ് നോൺ റിലീജിയസ് അപ്രോച്ചസ് ആണ് മെഡിസിൻ ഫീൽഡിൽ അദ്ദേഹം കൊണ്ടുവന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റലും ഗ്രീക്ക് ഹോസ്പിറ്റലും വരെയാണ്. ഇനി അടുത്ത ദിവസം മിസ് എടുക്കാം. എല്ലാവരും PDF പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഒന്നുകൂടി മിസ് റിവൈസ് ചെയ്യാം. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD പറഞ്ഞത് എന്താണ്? മതപരമായ ചടങ്ങുകളോടും ആചാരങ്ങളോടും കൂടിയാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് അംഗീകരിക്കപ്പെട്ടത്. പിന്നെ പ്രീസ്റ്റുകളായിരുന്നു ഡോക്ടേഴ്സ്. അവിടുത്തെ ഡോക്ടേഴ്സ് ആരായിരുന്നു? പ്രീസ്റ്റുകളായിരുന്നു, പുരോഹിതന്മാരായിരുന്നു. പ്രീസ്റ്റുകൾക്ക് എന്ത് സ്വാധീനമുണ്ടായിരുന്നു? ഭരണവർഗത്തിൽപ്പെട്ടവരായിരുന്നു, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവരായിരുന്നു. പിന്നെ ടെമ്പിൾസ് ആയിരുന്നു അവരുടെ മീറ്റിംഗ് പ്ലേസ്. ഇനി 2 ഹോസ്പിറ്റലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് എന്താണ്? മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽ ആൻഡ് രണ്ടാമത്തത് ഗ്രീക്ക് ഹോസ്പിറ്റൽ. മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റലുകളിൽ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് മെഡിസിൻ അപ്പിയർ ചെയ്തത് എവിടെ നിന്നാണ്? മെസപ്പൊട്ടോമിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഹുമുറാബീസ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടേഴ്സിന് പ്രാക്ടീസ് ചെയ്യാനുള്ള റൂൾസ് എഴുതി വെച്ചിരിക്കുന്ന നിയമസംഹിതനെ പറയുന്നതാണ് ഹുമുറാബീസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഏതിൽ നിന്നാണെന്നാണ് പറഞ്ഞത്? സുമേർ എന്ന ബാബിലോണിലെ ആൻഷ്യന്റ് നഗരമായ സുമേറിൽ നിന്നാണ് ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീക്ക് ഹോസ്പിറ്റലിൽ എന്താണ് പറഞ്ഞത്? മാജിക് ആയിരുന്നു അല്ലെ? മാജിക്കും റിലീജിയസ് റിച്വൽസും ബേസ് ചെയ്തായിരുന്നു അവരുടെ ട്രീറ്റ്മെന്റ് നടന്നിരുന്നത്. ഹിപ്പോക്രാറ്റസ് ആരായിരുന്നു? ഫാദർ ഓഫ് മെഡിസിൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഈ കോൺസെപ്റ്റിനോട് അദ്ദേഹം പൂർണ്ണമായി എതിർത്തിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നത് ഏതൊക്കെ അപ്രോച്ചസുകളാണ്? ലോജിക്കൽ ആൻഡ് നോൺ റിലീജിയസ് അപ്രോച്ചസ് ആണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ കോൺസെപ്റ്റിനെ എതിർത്തിരുന്നത്? ഗ്രീക്കുകാരുടെ കോൺസെപ്റ്റ് എന്തായിരുന്നു? ദേവന്മാരുടെ കോപത്താലാണ് ഞങ്ങൾക്ക് രോഗം വരുന്നതെന്നായിരുന്നുള്ള കോൺസെപ്റ്റിലാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ഈ ഹിപ്പോക്രാറ്റസ് ഈ കോൺസെപ്റ്റിനോട് എതിർത്തിരുന്നു. ആളുടെ കോൺസെപ്റ്റ് എന്തായിരുന്നു? ചില പരിസ്ഥിതിയിൽ നിന്നോ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിത രീതിയിൽ നിന്നോ ആണ് രോഗം വരുന്നതെന്നാണ് അദ്ദേഹം തെളിയിച്ചത്. ഓക്കെ ആണോ? ഈ 2 ഹോസ്പിറ്റലിനെ കുറിച്ച് മനസ്സിലായില്ലേ? ഇനി പറയണോ? ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പേരൊന്നുകൂടെ പറയാമോ? മിൽഗ്രോസ്. മിസ്, ഓക്കെ,
മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സമ്മർ എന്നാണ് സുമേർ അതാണ് അതല്ലേ സുമേരിയ അല്ലേ സമ്മർ സമ്മർ തെറ്റല്ലേ ഓ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇതില് ഇതുണ്ട് കേട്ടോ, മിസ്റ്റേക്ക് ഉണ്ട്. SUMER കേട്ടോ, 2 M ഇല്ല, ഒരു സുമേർ കേട്ടോ, സുമേറാണ്. ഇനി ഡൗട്ട്സ് ഉണ്ടോ? ഞാനിങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും എന്നിൽ നിന്ന് മാറ്റം വരുത്തണോ? ക്ലിയർ ആവുന്നുണ്ട്. ഇങ്ങോട്ട് മിസ് ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ PDF എല്ലാവരും എടുത്തു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പറയും. എന്താണ് കിട്ടിയില്ലായിരുന്നു. ഓഫീസിൽ നിന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ചോദിച്ചു വെക്കാം കേട്ടോ. അയച്ച് ഓക്കെ, ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്താണ് അപ്പൊ നാളെ വേറെ മിസ്സായിരിക്കും ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്ത് ആയിരിക്കും മിസ് എടുക്കണത്. അപ്പൊ ആ PDF എടുത്ത് വെക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ ഓക്കെ, താങ്ക് യു. വെൽക്കം. ഒന്നുമില്ലല്ലോ? ഓക്കെ, ഓക്കെ മാം, ബൈ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. എവിടെയാണുള്ളത്? താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.